നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സിൻ്റെ ക്രൈറ്റീരിയയും ഒക്കെ കംപ്ലീറ്റ് ആക്കുക എന്നതാണ് അല്ലേ. അപ്പോൾ വാച്ച് ടൈം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചാനലിൽ കൂടുമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോസൊക്കെ വൈറലാകും. വാച്ച് ടൈം ഏതൊരു ചാനലിലും എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആയാൽ നിങ്ങളുടെ ചാനൽ വേഗം തന്നെ മോണറ്റൈസ് ആകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാച്ച് ടൈം കംപ്ലീറ്റ് ആകാനായിട്ട് ഏറ്റവും അധികം വിജയിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വാച്ച് ടൈം കൂടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യണം. ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ മിസ് ചെയ്യാതെ അതിൽ നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാച്ച് ടൈം പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക, കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ 1 മിനിറ്റ് വളരെ നിർണായകരമായ സമയം തന്നെയാണ്. എത്രത്തോളം വീഡിയോയുടെ ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുവോ, നിങ്ങളുടെ വാക്കുകളും സംസാരവും ഒക്കെ കേൾക്കുമ്പോഴേക്കും വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ എന്താണോ അവിടെ വന്ന് അവർക്ക് ആകർഷകമായിട്ട് തോന്നുന്നത്, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആ വീഡിയോയുടെ വിജയം. മാത്രമല്ല, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം സത്യസന്ധതയുണ്ട്, നിങ്ങൾ എന്തുമാത്രം ആത്മാർത്ഥതയോടെയാണ് ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരു വ്യൂവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾ വ്യൂവേഴ്സിനെ ആകർഷിച്ച് ഇരുത്തുവാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ വ്യൂവേഴ്സിന് ആദ്യം കുറച്ച് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ അത് മുഴുവനും കാണുകയും അങ്ങനെ വീഡിയോയ്ക്ക് റിട്ടൻഷൻ കിട്ടുകയും യൂട്യൂബ് അതൊക്കെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അതൊരു കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് സ്ക്രിപ്റ്റിംഗ് ആണ്. കാരണം നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിൻറ്റ്സൊക്കെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വയ്ക്കുക. പക്ഷേ നിങ്ങൾ നോട്ട്ബുക്കോ പേപ്പറോ നോക്കി സംസാരിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ പോയിൻറ്റ്സ് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഒരുപാട് കട്ട് വരും, അങ്ങനെയൊക്കെ വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മറക്കാതെ നിങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സസ്പെൻസ് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യമേ തന്നെ പറയാതിരിക്കുക. കാരണം നമ്മളുടെ അവതരണത്തിൽ എപ്പോഴും ഒരു സസ്പെൻസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാലേ കാണികളെ നിങ്ങൾക്ക് പിടിച്ചിരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പോയിൻറ്റ്സൊക്കെ അവസാനം പറഞ്ഞാൽ മാത്രമേ എല്ലാവരും വീഡിയോ മുഴുവനുമായിട്ടും കാണുകയുള്ളൂ. പിന്നെ നമ്മുടെ ചില മലയാളം സീരിയലുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ വലിച്ചഴച്ചഴച്ച് ആളുകളെ ബോറടിപ്പിക്കാനല്ല പറയുന്നത്. ആദ്യമേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേട്ടതിന് ശേഷം വ്യൂവേഴ്സ് അങ്ങ് ഇട്ടിട്ട് പോവുകയും ചെയ്യും. വീഡിയോൻ്റെ ഒരു 60-70% കഴിയുമ്പോൾ മാത്രം നിങ്ങൾ പ്രധാനപ്പെട്ട പോയിൻ്റ് പറയാനായിട്ട് ഉദ്ദേശിക്കുക. അത് അവസാനം മാത്രമേ പറയാൻ പാടുള്ളൂ. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് എല്ലാവരോടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്താൽ ആളുകൾ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രയോജനം മനസ്സിൽ കണ്ടിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. അതൊരു പോസിറ്റീവ് എനർജിയാണ് ആ വ്യൂവർക്ക് കിട്ടുന്നത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും. കാരണം എന്തോ ഇതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നുള്ളൊരു ആകാംക്ഷ നിലനിർത്തി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 5 മിനിറ്റിൽ കൂടുതലും 15 മിനിറ്റിന് താഴെ അങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്. യൂട്യൂബ് തന്നെ പറയാറുണ്ട്. പക്ഷേ ഈ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 12-10 മിനിറ്റൊക്കെ ആയാൽ വളരെ നല്ലതാണ്. വീഡിയോ എടുക്കുന്നതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്. പക്ഷേ നല്ല കണ്ടൻറ്റ്, യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും ഈ സൈഡിൽ വന്നിട്ട് സ്ക്രീൻഷോട്ടോ അതിൻ്റെ എന്തെങ്കിലും പിക്ചറോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല ചിന്താശേഷി ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് വെച്ച് അവർ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും എന്നൊരു ശൈലി നമ്മുടെ അവതരണത്തിൽ ഉണ്ടാകണം. അപ്പോൾ ക്യാമറ ട്രിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ നോക്കി
നല്ല രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക. വളരെ എനർജറ്റിക് ആയിട്ട് വേണം നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. നിങ്ങളുടെ സ്വരത്തിലൊരു സന്തോഷവും നിങ്ങളുടെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബും ഒക്കെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുവിധം നല്ല പേഴ്സണാലിറ്റിയിൽ നല്ല പ്ലസൻ്റായിട്ട് തന്നെ വീഡിയോ അവതരിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാച്ച് ടൈം പെട്ടെന്ന് ഉയരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.